ശ്രീ ദാമോദരൻ താമരപ്പള്ളി, തൃശ്ശൂർ ജില്ല മണലൂർ സ്വദേശി. നീണ്ട 31 വർഷക്കാലം ഒരു ലോജിസ്റ്റിക് കമ്പനി ജോലി നോക്കി. 2023 മുതൽ സീരിയൽ അഭിനയം ആരംഭിച്ചു. ബാബു താന്നിക്കുടത്തിൻ്റെ കഥ, പ്രഭാത് ഹരിപ്പാട് സംവിധാനം ചെയ്ത വയൽക്കിളികൾ എന്ന മെഗാ സീരിയൽ തുടങ്ങി. നിലവിൽ 2023 ആരംഭിച്ച ആൾരൂപം എന്ന മെഗാ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ബയാ ലവ് എന്ന അറിയപ്പെടുന്ന സീരിയൽ ആർട്ടിസ്റ്റ് ക്ലബിലെ അറിയപ്പെടുന്ന അംഗമാണ്. ഉള്ളുരുക്കം, ജാനകി, 3 രാത്രികൾ എന്നീ സിനിമകളിലും കള്ളൻ, ബാർ എന്നീ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചു. ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് എന്നീ ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് മറ്റു ഭാഷകളിലും അഭിനയിക്കുന്നു. പാട്ട്, നാടകം, സിനിമ, സീരിയൽ ഒരു പാഷനായി കൊണ്ടു നടക്കുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ധന്യ ജി, പത്തനംതിട്ട അടൂർ സ്വദേശി, കവയത്രി, സാമൂഹ്യ പ്രവർത്തക. കേരള വാർത്ത, മുംബൈ മാഗസിൻ തുടങ്ങി ധാരാളം മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, മറ്റു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയിൽ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുന്നു. അരികിൽ മറഞ്ഞിരിക്കുന്ന മുഖങ്ങൾ, നീലാംബരത്തിലെ കാവ്യശലഭങ്ങൾ, മുഖംമൂടി, വയലറ്റ് പൂക്കൾ, ഏകാഗി എന്നീ കാവ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. സ്നേഹക്കൂടി ചാരിറ്റബിൾ സൊസൈറ്റിയിലും കെന്നഡി ചാരിറ്റബിൾ ട്രസ്റ്റിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുവഴി അർഹതപ്പെട്ടവർക്ക് ചികിത്സാ സഹായം, വിവാഹ ചെലവിനുള്ള സഹായം, ആരോഗ്യ മേഖലയിലെ സഹായങ്ങൾ എന്നിവ ചെയ്തു കൊടുക്കുന്നു. ഹരിശ്രീ സാഹിത്യവേദിയുടെ ആദരവ്, സാക്ഷി ഓപ്പൺ ഫോറത്തിൻ്റെ ആദരവ്, നവപ്രതിഭ സാഹിത്യവേദിയുടെ ആദരവ്, അക്കിത്തം സ്മാരക ആദരവ്, റൈറ്റേഴ്സ് അറ്റ് പബ്ലിക്കേഷൻസിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ്, സംസ്കൃതി കലാവേദിയുടെ അവാർഡ്, മിത്രവേദിയുടെ സർക്കാർ രത്നം പുരസ്കാരം, സംസ്കൃതി കലാവേദി അവാർഡ്, പ്രതിലിപി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കാവേരി ശ്രീനി, കായംകുളം പള്ളിക്കൽ സ്വദേശി, കവയത്രി, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്. ആദ്യമായി പ്രകാശനം ചെയ്ത പുസ്തകം മുറിവുകളുടെ നിഘണ്ടു. തുടർന്ന് 10ാം തരത്തിലെ ആൻസി എന്ന നോവൽ, മഞ്ഞുതുള്ളികളുടെ കടൽ എന്ന കവിതാ സമാഹാരം എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം എന്ന പേരിൽ 9 വേൾഡ് റെക്കോർഡ് ലഭിച്ച പെൻഡ്രൈവ് എന്ന പുസ്തകത്തിൻ്റെ ഭാഗമായി ലണ്ടൻ വേൾഡ് റെക്കോർഡ്, ഇന്ത്യ വേൾഡ് റെക്കോർഡ്, അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഓസ്കാർ വേൾഡ് റെക്കോർഡ്, യൂണിക്കോൺ വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വെബ് വേൾഡ് റെക്കോർഡ്, ഏഷ്യ വേൾഡ് റെക്കോർഡ്സ്, കലാം വേൾഡ് റെക്കോർഡ്സ്, ഹൃദയരാഗം കലാസമിതി പുരസ്കാരം, മഞ്ചരി ബുക്സിൻ്റെ എഴുത്തച്ഛൻ ഫെലോഷിപ്പ്, പി ഭാസ്കരൻ മാഷിൻ്റെ പേരിലുള്ള പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ, അതുപോലെ തന്നെ നിരവധി സംഘടനയുടെ പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കേരള സർവകലാശാല സംഘത്തിൻ്റെ കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ്, AETUC കായംകുളം മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലകളിലും മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കാർത്തിക മനോജ്, എറണാകുളം നോർത്ത് പരവൂർ സ്വദേശി, അവതാരിക, ബ്യൂട്ടീഷ്യൻ, സാമൂഹ്യ പ്രവർത്തക. മലയാള സിനിമ, സീരിയൽ രംഗത്ത് ധാരാളം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സീരിയൽ തുമ്പപ്പൂ, സ്വയംവരം, നമ്മൾ, ആനന്ദരാഗം, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, അനുരാഗഗാനം പോലെ, സുധാമണി സൂപ്പറാണ്, കുടുംബശ്രീ ശാരദ, മാളികപ്പുറം തുടങ്ങിയവയാണ്. ധാരാളം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ജനഗണമന, രാഘവേട്ടൻ്റെ 16 രാമേശ്വരം യാത്രയും, CID രാമചന്ദ്രൻ റിട്ടയർഡ്, പേട്ട റാപ്പ് എന്നീ സിനിമകളിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയ മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രിയ ST, തിരുവനന്തപുരം കരമന സ്വദേശി, കവയത്രി, കഥാകൃത്ത്, മൈക്രോ കഥാ ലേഖിക. 25ലധികം കവിതാ പുസ്തകങ്ങളിൽ കവിതകളും കഥകളും ലേഖനങ്ങളും പ്രകാശിതമായിട്ടുണ്ട്. സർഗാത്മകതയുടെ പുതിയ തീരങ്ങളാണ് ആദ്യ കവിതാ സമാഹാരം. മഞ്ചരി പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ പെൻഡ്രൈവിൽ കവിതകൾ വരികയും 12 വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. ഇതേ പുസ്തകത്തിന് വേൾഡ് സ്റ്റാർ ലിറ്ററേച്ചർ അവാർഡ് ലഭിച്ചു. പ്രിയ ജനനി എന്ന കവിതയ്ക്ക് തിരുനെല്ലൂർ കരുണാകരൻ പുരസ്കാരവും 2024 ബെസ്റ്റ് പോയട്രി അവാർഡും ലഭിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, മാതൃഭാഷ സാഹിത്യ ദേശീയ സംഘടനയുടെ അക്ഷര കേരളം സാഹിത്യ പുരസ്കാരം, മലയാള കവിതയുടെ പരിണാമങ്ങൾ എന്ന വിഷയത്തിൽ 15 പേജുള്ള ആർട്ടിക്കിൾ എഴുതിയതിന് മന്ദാരം അവാർഡും, നവതൂലികയുടെ പ്രയാണവും സാമൂഹ്യ മാറ്റങ്ങളും എന്ന ലേഖനത്തിന് അവാർഡ്, കാവ്യാക്ഷര കവിതാ പുരസ്കാരം, ലോക കേരള കവിത 2024 അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങൾക്ക് സന്ദേശം എഴുതി നൽകിയിട്ടുണ്ട്. നവപ്രതിഭ സാഹിത്യവേദി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിനാണ്. നിലവിൽ മന്ദാരം പബ്ലിക്കേഷനിൽ 3 വർഷമായി സബ് എഡിറ്ററായി പ്രവർത്തിക്കുന്നു.
കൂടാതെ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് സംഘടനയിൽ അംഗവും കൂടിയാണ്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മോഹൻ ഇടിഞ്ഞ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീ റിയാസ് ആണ് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണ് ശ്രീ മോഹൻ. 1998 18ാമത്തെ വയസ്സിൽ ഗൾഫിലുള്ള ഇന്ത്യക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് 2000 കലാസു കലാലയം എന്ന പേരിൽ ഒരു ഡാൻസ് ഗ്രൂപ്പ് ആരംഭിച്ചു. 2022 കലാഭവൻ്റെ ബ്രാഞ്ച് UK ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിൽ സ്റ്റേജ് ഷോകളിൽ സജീവമായി. തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ ഷോർട്ട് ഫിലിമുകളുടെ നിർമ്മാതാവും പ്രധാന നടനുമായി കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമയിൽ പ്രവർത്തിച്ചു. നിരവധി ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും അഭിനയിച്ചു. കോവിഡ് കാലത്ത് പല സന്നദ്ധ സംഘടനകളിലും പങ്കാളിയായി നിന്നുകൊണ്ട് സേവനം ചെയ്തു. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ UK 100ലധികം വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 10ഓളം ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചു. നാടകങ്ങളിൽ അഭിനയിച്ച് കിട്ടിയ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്. കലാപ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനവും ഒപ്പത്തിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കലാമേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബേബി കൃഷ്ണൻ, കൊല്ലം വേളമാനൂർ സ്വദേശി, കവി, ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. കിടപ്പ രോഗികൾക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ആരുമില്ലാത്ത രോഗികളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുകയും അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നു. നിലവിൽ സഹയാത്രി ആർട്സ് ക്ലബ് വേളമാനൂരിൻ്റെ പ്രസിഡന്റും അഡ്മിനും വർക്കല കലാസാഹിത്യ പ്രവർത്തന ക്ഷേമനിധി എക്സിക്യൂട്ടീവ് അംഗവുമാണ്. തിരുവനന്തപുരം, കൊല്ലം, വർക്കല എന്നിവിടങ്ങളിൽ കവിയരങ്ങ് വേദികളിൽ സ്ഥിര സാന്നിധ്യം. തോന്നയ്ക്കൽ ആശാൻ സ്മാരക ക്യാഷ് പ്രൈസ്, ഗാന്ധി സ്മാരക നിധി അവാർഡ്, പൊളിറ്റിക്സ് ചാനൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കാർത്തിക് ആർ, കൊട്ടാരക്കര വെളിയം സ്വദേശി, നർത്തകൻ, അഭിനേതാവ്, കോറിയോഗ്രാഫർ. 3ാമത്തെ വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും അഭിനയിക്കുന്നു. നാരങ്ങ മിഠായി എന്ന ഷോർട്ട് ഫിലിമിൽ നായകനായി അഭിനയിച്ചു. യമഹ എന്ന ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്യുന്ന MT വാസുദേവനാർക്ക് വേണ്ടിയുള്ള തുടർച്ച എന്ന നാടകത്തിലെ MTയുടെ ചെറുപ്പകാലത്തെ വേഷം ചെയ്യുന്നു. എല്ലാ വർഷവും ധാരാളം വേദികളിൽ നൃത്തം അവതരിപ്പിക്കാനും കോറിയോഗ്രാഫി ചെയ്യാനും അവസരം ലഭിക്കുന്നുണ്ട്. സ്വന്തമായി 3 നൃത്ത വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഭിനന്ദ് M, കണ്ണൂർ അഴീക്കോട് സ്വദേശി, നർത്തകൻ, 15 വർഷമായി നൃത്തം അഭ്യസിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം, ഫ്യൂഷൻ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും കലാപ്രതിഭയായും കോഴിക്കോട് നടന്ന സംസ്ഥാന പാരൽ കോളേജ് കലോത്സവത്തിൽ കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനൽ ഐസ് ക്ലോസ് ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അമൃത TVയിൽ റെഡ് കാർപ്പറ്റ് ടെലിവിഷൻ പ്രോഗ്രാമിൽ മുത്തപ്പ ചരിതം നൃത്തശില്പം അവതരിപ്പിച്ചു. മീഡിയ സിറ്റി മോനിഷ ഡാൻസ് ഫെസ്റ്റ് നാട്യശ്രീ പുരസ്കാരം, അഴീക്കോട് ഫെസ്റ്റ് സാംസ്കാരിക പ്രതിഭാ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ധാരാളം വേദികളിൽ നൃത്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അഴീക്കോട് AM ഡാൻസ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇവിടെ 9 വർഷമായി അനേക കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുദീപ് വരദൂർ, തിരുവനന്തപുരം നെല്ലിവിള സ്വദേശി, കവയത്രി, കഥാകൃത്ത്, നോവലിസ്റ്റ്. അമ്മയ്ക്കായി എന്ന പേരിൽ കവിതാ സമാഹാരം, ഓർമ്മപക്ഷിയുടെ സഞ്ചാരപഥങ്ങൾ എന്ന കഥാസമാഹാരം, എൻ്റെ നേപ്പാൾ യാത്രകൾ എന്ന യാത്രാ വിവരണം, അവൾ, പ്രണയം എന്നീ നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകയാണ്. കൊറോണ, ഓഖി ദുരന്ത മേഖലകളിൽ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റേഴ്സിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അമ്മയ്ക്കായി എന്ന കവിതാ സമാഹാരത്തിന് പൊളിറ്റിക്സ് കേരളയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ നിരവധി തവണ അവകാശ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മുൻനിര മാധ്യമങ്ങളായ ദേശാഭിമാനി, മനോരാജ്യം, മംഗളം തുടങ്ങിയ വീക്കിലികളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുദീപ് വരദൂർ, വയനാട് വരദൂർ സ്വദേശി, കവി, ഗാനരചയിതാവ്. ഇതിനോടകം 500ലധികം കവിതകളും 50-ൽ പരം ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. നിരവധി ഓൺലൈൻ മാഗസിനുകളിൽ, മുൻകിട മാധ്യമങ്ങൾ എന്നിവയിലും എഴുതുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൽബങ്ങൾ സുദീപിൻ്റേതായിട്ടുണ്ട്. ക്യാമറ എഡിറ്റ് മേഖലയിൽ കൂടി പ്രാവീണ്യം പുലർത്തുന്നുണ്ട്. ദേശീയ കവിതാ ഗ്രൂപ്പ്
നടത്തിയ മത്സരത്തിൽ കേരളത്തിലെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. ONV പുരസ്കാരം, ഫിലമെന്റ് കലാസമിതി പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ നേടിയിട്ടുണ്ട്. നിലവിൽ വയനാട് മഹീന്ദ്രയുടെ സർവീസ് മാനേജരായി ജോലി ചെയ്യുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സിറാജ് VK, എറണാകുളം ആലുവ സ്വദേശി, കവി, നോവലിസ്റ്റ്. 1600 പരം കവിതകൾ രചിച്ചിട്ടുണ്ട്. ആദ്യ കവിതാ സമാഹാരം ചിതറി വീണ സന്ധ്യകൾ. വിവിധ മാധ്യമങ്ങളിലും സാഹിത്യ ഗ്രൂപ്പുകളിലും എഴുതിയിട്ടുണ്ട്. 3 നോവലുകൾ രചിച്ചിട്ടുണ്ട്. നല്ല കവിതയ്ക്കുള്ള സാഹിത്യ പ്രതിഭാപട്ടവും പുരസ്കാരങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. മഞ്ചരി ബുക്സ് പ്രസിദ്ധീകരിച്ച മാജിക് വേർഡ്സ് എന്ന പുസ്തകത്തിൽ രചന നടത്തിയതിന് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നേടി. 12 വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഏറ്റവും വലിയ പുസ്തകമായ പെൻഡ്രൈവിൽ എഴുതിയതിന് 12 സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പുരോഗമന കലാസാഹിത്യ സംഘടനയുടെ പ്രസിഡന്റും വായനശാലയുടെ കമ്മിറ്റി മെമ്പറുമാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മനോമയി മഠത്തിൽ, കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി, കവയത്രി, കഥാകൃത്ത്, ലേഖിക, നോവലിസ്റ്റ്. കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സജീവ സാന്നിധ്യം. ഭാരതീയ പുരാണ ഇതിഹാസ കൃതികളിൽ അതീവ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പുരാണ പാഠശാലയിൽ അധ്യാപികയായിരുന്നു. മികച്ച ഒരു മെൻറ്ററാണ്. വസുമതി എന്ന ചെറുകഥയ്ക്ക് സരസ്വതിയമ്മ സ്മാരക പുരസ്കാരം ലഭിച്ചു. തൊഴിൽ സംഘടനാ മേഖലയിലെ സാഹിത്യ മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മയൂഖം പ്രതിഭാ ഫലകം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ ജൂനിയർ പുലിമുരുകൻ്റെ ഇപ്പോഴത്തെ ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ മലയാളികളെ അറിയിക്കാൻ സാധിച്ചു. പ്രമുഖ ഓൺലൈൻ മാധ്യമമായ eVayana.com കഥയും കവിതയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 6 പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതി. ആദ്യ കഥാസമാഹാരം ആത്മഹത്യ ചെയ്തവളുടെ 16 ദിനരാത്രങ്ങൾ. നിലവിൽ മയൂഖം സാഹിത്യ സാംസ്കാരിക വേദിയുടെ വൈസ് പ്രസിഡന്റും കഥ, കവിത, പുസ്തകാസ്വാദന, സാഹിത്യ മത്സരങ്ങളിലെ അവലോകയും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരിയുമാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ധനുഷ സാബുലാൽ, കൊല്ലം ശൂരനാട് സ്വദേശി, നർത്തകി. 25 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ്, സെമി ക്ലാസിക്കൽ എന്നിവയിൽ പ്രാവീണ്യം. ഇതുകൂടാതെ മഴവിൽ മനോരമയിലെ ബമ്പർ ചിരി, ഫ്ലവേഴ്സ് ചാനലിലെ അമ്മയും കുഞ്ഞും എന്ന പ്രോഗ്രാമുകളിൽ അഭിനയിക്കുന്നു. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ക്ലാസ്സുകൾ എടുക്കുന്നു. ആൽബങ്ങളിൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ കോറിയോഗ്രാഫി ചെയ്തു കൊടുക്കുന്നുണ്ട്. മികച്ച കോറിയോഗ്രാഫറിനുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്. സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. നിലവിൽ SD കലാമന്ദിർ എന്ന പേരിൽ 3 സ്ഥാപനങ്ങൾ നടത്തിവരുന്നു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രശാന്തി ചൊവ്വര, എറണാകുളം ആലുവ സ്വദേശി, കവയത്രി, കഥാകൃത്ത്, നോവലിസ്റ്റ്. കവിതാ സമാഹാരങ്ങൾ, ഭീഷ്മർ പറഞ്ഞ കഥകൾ, യുധിഷ്ഠിരും യക്ഷനും, ഭവിഷ്യപുരാണ കഥകൾ എന്നിവയുടെ പുനരാഖ്യാനം, കുളമ്പടയാളം, കളിപ്പാട്ടം എന്നീ കുട്ടികളുടെ നോവലുകൾ, യാത്രാ വിവരണങ്ങൾ, ചെറുകഥകൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനിതകളുടെ ജീവചരിത്രമായ നവോത്ഥാന വഴികളിലെ ധീരവനിതകൾ, സത്യസരണി എന്ന നാടകം തുടങ്ങി രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള കവി സമാജത്തിൻ്റെ പുരസ്കാരം, അണ്ണൻ വടേരി പുരസ്കാരം, ശ്രീ ബുദ്ധ പുരസ്കാരം, സ്ത്രീ ശാക്തീകരണ നവോത്ഥാന പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കേരള കവി സമാജ് വൈസ് പ്രസിഡന്റ്, ലീഗൽ വെൽഫെയർ ഫോറത്തിൻ്റെ വനിതാ കോർഡിനേറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി വിനിത ഐ, ആലപ്പുഴ നൂറനാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക. കോവിഡ് മഹാമാരി സമയത്ത് മാസ്ക് വിതരണം ചെയ്ത് ആവുമിതം എല്ലാവർക്കും സഹായം ചെയ്തു. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിവിധ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുകയും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണവും സാമ്പത്തിക സഹായവും നൽകുന്നു. തൊഴിലിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികത്തിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്ത് പാവങ്ങൾക്കൊരു കൈത്താങ്ങാവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ 3 വർഷത്തോളം വർക്ക് ചെയ്തതിന് സ്ഥാനക്കയറ്റം കിട്ടുകയും സീനിയർ ഡെവലപ്മെൻറ്റ് ഓഫീസർ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ കഴിഞ്ഞ 7 വർഷമായി ഡിഫൻസിൻ്റെ വിവിധ യൂണിഫോമുകൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇല്ലേ? തിരുവനന്തപുരം ശ്രീമതി മിനിമോൾ, തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി, കവയത്രി. കുട്ടിക്കാലം മുതൽ കവിതകൾ എഴുതി തുടങ്ങി. വിവിധ പ്രസിദ്ധീകരണങ്ങളിലും ധാരാളം കവിതകളും കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ആദ്യ കവിതാ സമാഹാരം അശ്രുപൂജയാണ്. പേപ്പർ പബ്ലിക്കയുടെ മൈക്രോ കഥാ പുരസ്കാരം നേടി. ഇനി എന്ന കവിതയ്ക്കും പുരസ്കാരം ലഭിച്ചു. സംസ്കൃതി കലാവേദിയുടെ പുരസ്കാരം, സ്പന്ദനം എന്ന കവിതയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, IBRന്റെ പുരസ്കാരം, തിരുനെല്ലൂർ കരുണാകരൻ കവിതാ പുരസ്കാരം, യുവകലാസാഹിതി മികച്ച കവിതാ പുരസ്കാരം, അനിൽ പനച്ചൂരാൻ സ്മാരക പുരസ്കാരം, സ്വരസാഹിത്യ പുരസ്കാരം, വിവിധ സംഘടനകളിൽ നിന്നുള്ള ആദരവ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിരവധി പബ്ലിക്കേഷനുകൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ കന്യാകുളങ്ങര ജമാഅത്ത് സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഉഷാദേവി, നാഗർകോവിൽ സ്വദേശിനി, കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡിക്രാഫ്റ്റ് പ്രൊമോഷൻ ഓഫീസറായി വിരമിച്ചു. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിയും സാഹിത്യകാരിയുമാണ്. ചെറുകഥകൾ, നോവൽ, കഥാസമാഹാരങ്ങൾ എന്നിവ രചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ആകാശവാണിയിൽ കഥകൾ, കവിതകൾ എന്നിവ അവതരിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ദൂരദർശനിൽ മലയാളം കവിതകൾ അവതരിപ്പിക്കാറുണ്ട്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ചെയ്തു വരുന്നു. സാഹിത്യമേഖലയിൽ വളരെയധികം സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഭാരത് സേവക് ഓണം നൽകുന്നത് മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ കാണിച്ചിട്ടുള്ള പ്രവർത്തന മികവ് കണക്കിലെടുത്താണ്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സുഷമ ഗോപിനാഥ്, കൊല്ലം സ്വദേശി, 1979 ബോംബെയിൽ തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചു. കേരളത്തിലെ ബ്യൂട്ടി മേഖലയെക്കുറിച്ച് അറിവില്ലാതിരുന്നൊരു കാലഘട്ടം. 1981 വീടുകൾ കേന്ദ്രീകരിച്ചും വ്യക്തികളെ സ്വാധീനിച്ചുമായിരുന്നു തുടക്കം. ബ്രൈഡൽ മേക്കപ്പ് ആയിരുന്നു ആദ്യം ചെയ്തു തുടങ്ങിയത്. 1989 സ്വന്തം വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. അതിനോടൊപ്പം ഈ തൊഴിൽ യുവതികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. 30ഓളം കുട്ടികൾ പഠിക്കുകയും ഇതൊരു തൊഴിൽ സാധ്യതയുള്ള മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ധാരാളം കുട്ടികൾ പഠിക്കാൻ വരികയും ചെയ്തു. ഷഹനാസിൻ്റെ പഠനത്തിനായി ബോംബെയിൽ ജീവിതത്തിൽ പൊടുന്നനെയുണ്ടായ എല്ലാ നഷ്ടങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒരു ബ്യൂട്ടീഷ്യനായി ജോലി തുടർന്നുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായും പ്രവർത്തനം ആരംഭിച്ചു. 2007 പാർലർ വീണ്ടും ആരംഭിച്ചു. ട്രൈക്കോളജി, ഡെർമറ്റോളജി, കോസ്മെറ്റോളജി എന്നിവ അപ്ഡേറ്റ് ചെയ്ത് മിസ്സിസ് ശ്രീനുവിൻ്റെ അക്കാഡമിയിൽ നിന്നും അരോമ തെറാപ്പിയിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായി. സാമൂഹ്യ സേവന രംഗത്തും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നു. ബ്യൂട്ടി കെയർ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ബീന മട്ടാങ്കോട്ട്, കോഴിക്കോട് സ്വദേശി, വിദഗ്ധ ഹെയർ സ്റ്റൈലിസ്റ്റാണ്. മേക്കപ്പ് വിദഗ്ധയുമാണ്. 2021 ഡിസംബറിൽ ഗോൾഡൻ ബി ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. കുടുംബശ്രീയുടെ പിന്തുണയോടും വീണ പൊതുരംഗത്തേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ മറ്റൊരു ബ്രാഞ്ച് കൂടി തുടങ്ങുവാൻ സാധിച്ചു. ഒരു സംരംഭക എന്ന നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വളരെയധികം പാവപ്പെട്ട കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് തൊഴിൽ ചെയ്യുവാനുള്ള അവസരം സൃഷ്ടിച്ചു നൽകുന്നു. കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവത്തിൽ തുടർച്ചയായി 4 തവണയായി മത്സരങ്ങളിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും ജില്ലയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചെയ്തു വരികയും ചെയ്യുന്നു. തൊഴിൽ പരിശീലക എന്ന നിലയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സിന്ധു തോമസ്, അടൂർ സ്വദേശി, മൊണാലിസ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. വിദേശത്തും കേരളത്തിലും ബ്യൂട്ടീഷ്യനായി പ്രവർത്തിച്ചു. 1989 മൊണാലിസ ബ്യൂട്ടി ക്ലിനിക് എന്ന പേരിൽ 3 ബ്രാഞ്ചുകൾ സ്ഥാപിച്ചു. അവിടെ 100ഓളം വനിതകളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അഭ്യസിപ്പിച്ചു. അവരെല്ലാം തന്നെ സ്വന്തമായി പാർലർ നടത്തുവാൻ പ്രാപ്തിയായി. 32 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ 32 വർഷത്തിൻ്റെയും ധാരാളം പേരെയാണ് തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചത്. തൊഴിൽ പരിശീലന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ സിനിമോൾ TP, തിരുവനന്തപുരം സ്വദേശി, മിനിസ്ട്രി ഓഫ് ആയുഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂജപ്പുരയിൽ റിസർച്ച് ഓഫീസറായി ജോലി നോക്കുന്നു. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ ലെക്ചറായും പാലക്കാട് അഹില്യ ആയുർവേദ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായും ആൻഡമാൻ നിക്കോബറിൽ റിസർച്ച് ഓഫീസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒല്ലൂർ, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ നിന്നും 2007 ബാച്ചിലർ ഇൻ ആയുർവേദ മെഡിസിനിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയതിന് ശേഷം 5 ഗോൾഡ് മെഡലിന് അർഹയായി. അഷ്ടവൈദ്യൻ പത്മശ്രീ ET നീലകണ്ഠൻ മൂസ് ഗോൾഡ് മെഡൽ അവാർഡ്, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സെൻറ്ററിന് അവാർഡ് എന്നിവയ്ക്ക് അർഹയായിട്ടുണ്ട്.
ദേശീയ അന്തർദേശീയ സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ആകാശവാണി പോർട്ട് ബ്ലെയർ നിലയത്തിൽ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ദീർഘമായ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. റിസർച്ച് ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020 ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ ഹെൽത്ത് ആൻഡ് ആയുർവേദ എന്ന പ്രബന്ധത്തിൽ ദൃഢബാല അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ സേവന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇതോടുകൂടി ഇന്നത്തെ പുരസ്കാര സമർപ്പണത്തിനുള്ള വ്യക്തികളുടെ സ്വാഗതം ചെയ്യുന്ന പരിപാടി അവസാനിച്ചു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ നേരുന്നതിനായി ശ്രീമതി ജസീന്ത മോറിസിനെ ക്ഷണിക്കുന്നു. ബാലേന്ദ്രൻ സർ, ജയ മാം, മഞ്ജു മാം, BSSൻ്റെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അവാർഡ് ജേതാക്കളെ, പ്രിയമുള്ളവരെ, ഏറെ സന്തോഷമുണ്ട് ഇന്നത്തെ മഹനീയമായ ഈ പരിപാടിയിൽ വിലപ്പെട്ട ഏതാനും നിമിഷങ്ങൾ ആശംസ അർപ്പിക്കാൻ എനിക്ക് ലഭിച്ചതിൽ. അതിലേറെ സന്തോഷമുണ്ട് നിങ്ങളെ അറിയിക്കാൻ 3 വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചതാണ്. ഞാൻ AGS ഓഫീസിൽ അസിസ്റ്റന്റ് സൂപ്പർവൈസറായിട്ട് ഇപ്പോൾ വിരമിച്ചു. 37 വർഷത്തെ സേവനമുണ്ട്. ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ് 20 പുസ്തകങ്ങൾ എഴുതിയത്. അതിലുപരി 1085 പുരസ്കാരങ്ങളും 100-ലേറെ ആദരവുകളും നേടിയിട്ടുണ്ട്. പക്ഷേ BSSൻ്റെ ഈ പുരസ്കാരം സ്വീകരിച്ച അന്ന് മുതൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ അവാർഡിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും വരെ ഈ പുരസ്കാരം സ്വീകരിക്കാൻ ഇവിടെ വരുന്നുണ്ട്. ഓണക്കാലമല്ലേ, എല്ലാവരും പറയും കള്ളവുമില്ല പുളിയുമില്ല എള്ളോലമില്ല പുളിവചനം. അതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നമ്മുടെ ഈ BSSലും എല്ലാ മനുഷ്യരും അവാർഡ് ജേതാക്കളെ അവർ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചാലും, എത്ര വലിയ ആൾക്കാരും എത്ര ഉന്നത പദവി അലങ്കരിച്ചവരായാലും BSSൽ വരുമ്പം എല്ലാവരും ഒരുപോലെ. എല്ലാ അവാർഡ് ജേതാക്കളും നീ മുന്നിലിരിക്കണം, നീ പിന്നിലിരിക്കണം, നീ ആദ്യം വരണം, അങ്ങനെയല്ല. ഇവിടെ എല്ലാവരെയും ഒരേപോലെ, ആ ഒരു തുല്യത, അതിൻ്റെ പവിത്രത മനസ്സിലാക്കുകയും ഇത് ഒരുപാട് പേര് അവാർഡ് നൽകുന്നത് അവരുടെയും കൂടെ കുടുംബക്ഷേമത്തിന് വേണ്ടി, അവരുടെയും കൂടെ ഉയർച്ചയ്ക്ക് വേണ്ടി. BSSൽ അങ്ങനെയല്ല. അവർ കഴിവുള്ളവരെ എത്തരത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ആയാലും ഒരു കുട കീഴിൽ കൊണ്ടുവന്ന് അവരെ ആദരിക്കണം. അതൊരു പ്രചോദനമാകണം. അതുമൂലം അവർ കൂടുതൽ സൽപ്രവർത്തികൾ ചെയ്യണം. എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി തന്നെ പറയാനുണ്ട്, 200-ലേറെ BSS അവാർഡ് സ്വീകരിക്കാനായിട്ട് ഞാൻ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഇന്നും ഇവിടെ കുറേ പേര് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൂർഖൻ പാമ്പിനെ പിടിക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ആൾ മുതൽ തമിഴ് സംഘം, മലയാളം, തമിഴ്, ഇന്ത്യൻ, ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഫോറത്തിലെ എഴുത്തുകാർ, അതുപോലെ തന്നെ സീരിയൽ നടന ആൾ രൂപത്തിലെ സീരിയൽ, ഇവിടെയൊക്കെ ഞാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാൻ മാത്രമല്ല, ഇന്ന് ഇവിടെ പലരും എത്തിയിരിക്കുന്നത് ഞാൻ ഈ 100-200 പേരെ റെക്കമെൻഡ് ചെയ്തപ്പോൾ അവർക്ക് പരിചയമുള്ള ആൾക്കാരെയും അവരുടെ പേര് നൽകാനും അവർക്ക് ഈ പുരസ്കാരം നേടാം. അങ്ങനെ ഒരു ശൃംഖല തീർക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരം. നിങ്ങളും ഓരോരുത്തരും അർഹതപ്പെട്ട ആൾക്കാരെ, നമ്മൾ ഉള്ളിൽ ഒരു കലുഷിത മനോഭാവവും അസൂയോ ഒന്നും വെക്കാതെ അർഹതപ്പെട്ട ആൾക്കാരെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഇവർക്ക് റെക്കമെൻഡ് ചെയ്യണം. അവർക്കും ഈ പുരസ്കാരം ലഭിക്കട്ടെ. അങ്ങനെ മഹനീയമായ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയാനും അതുമൂലം കൂടുതൽ പേര് ഇവിടെ വരുന്ന ഒത്തിരി പേര് തുടർന്ന് ഒരുപാട് പരിപാടികളിൽ അവർക്ക് ഉദ്ഘാടനം നിർവഹിക്കാനും അതുപോലെ ആദരവുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിത്വങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ വഴി ഇനിയും കൂടുതൽ ആൾക്കാരുടെ മഹനീയമായ പ്രവർത്തികൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നന്മ പ്രസരിപ്പിക്കാനും ഇടവരുത്തട്ടെ. എല്ലാവർക്കും ആശംസകൾ. ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ ചെയർമാൻ ഡോക്ടർ B. ബാലചന്ദ്രൻ സാർ അവർകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി സിന്ധു മധു, ജയ ശ്രീകുമാർ, മഞ്ജു ശ്രീകണ്ഠൻ, ശ്രീ TP വിനോദ്, ഇതുകൂടാതെ ഇതിനോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന ധാരാളം
ഇതിൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നാം എല്ലാം ഇന്ന് ഈ ഒരു നിമിഷം ഇവിടെ കൂടുവാനുണ്ടായ അവസരം എന്നുള്ളത് BSSൻ്റെ ഒരു ഒത്തൊരുമയുടെ ഭാഗമാണ്. എന്താണ് BSS? നമ്മുടെ ഭാരതത്തിൻ്റെതായ തനിമയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ഓരോ വ്യക്തികളെയും കണ്ടെത്തി അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ആരംഭിച്ച ഈ ഒരു സംഘടന ഇന്ന് നമ്മുടെ ഈ തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ മണ്ണിൽ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ശ്രീ BS ബാലചന്ദ്രൻ സാറിൻ്റെ കരങ്ങളിലെത്തിയപ്പോൾ നാം എല്ലാം എത്തി നിൽക്കുന്നത് ഭാരതത്തിൻ്റെ വലിയൊരു ശ്രേഷ്ഠതയിലേക്കാണ്. നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ ഷോളും അതുപോലെ തന്നെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ അവാർഡും നമ്മളെല്ലാം ഇത് അതിൻ്റേതായ ഉചിതമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ പരസ്പരം ഒരു കാരണവശാലും ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നമ്മുടെ കഴിവുകളെയും നമ്മുടെ പ്രവൃത്തികളെയും അംഗീകരിക്കുകയും അതിനൊരു തനതായ മൂല്യമായി അത് കരുതി നമുക്കൊരു അവാർഡ് നമ്മുടെ കയ്യിൽ തരുമ്പോൾ അതിന് അതിൻ്റേതായ മൂല്യം നമ്മളും കൊടുക്കേണ്ടതുണ്ട്. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം നൽകുന്നതല്ല, ഒരു സമൂഹത്തിന് നൽകുന്നതാണ്. ഈ സമൂഹത്തിൽ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം കൂടി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു അവാർഡ്. സിനിമാ മേഖലയിലാണെങ്കിൽ സിനിമയ്ക്ക് മാത്രം അവാർഡ് കൊടുക്കും, കാർഷിക മേഖലയാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് മാത്രം അവാർഡ് കൊടുക്കും, വനിതാ മേഖലയാണെങ്കിൽ വനിതകൾക്ക് മാത്രം അവാർഡ് കൊടുക്കും, യൂത്തിൻ്റെതാണെങ്കിൽ യുവാക്കൾക്ക് മാത്രം അവാർഡ് കൊടുക്കും, നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മേഖലയാണെങ്കിൽ അവർക്ക് മാത്രം അവാർഡ് കൊടുക്കും. ഇങ്ങനെ വിവിധങ്ങളായ അവാർഡുകൾ വിഭജിച്ച് നൽകുന്ന ഈ ഒരു അവസരത്തിൽ ആത്മീയതയുടെ ഗുരുക്കന്മാർക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ സേവന പ്രവർത്തകർക്കും ഗുരുക്കന്മാർക്കും എന്നുവേണ്ട കർഷകർക്കും അധ്യാപകർക്കും എല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിൽ ഒരു അവാർഡ് നമുക്ക് ലഭ്യമാകുന്നത് BSSലൂടെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കരങ്ങളിലേക്ക് വരുന്ന ഈ അവാർഡ് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണം, എത്തരത്തിൽ അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് ഇനി തുടർന്നുള്ള എന്ത് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയും, ആരെയെല്ലാം നമ്മൾ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ അവാർഡ് നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നത്. നല്ലൊരു ഓണം എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു മഹാദുരന്തത്തിൽ നിന്നും കരകയറി വരുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഓണം അത്ര മനോഹരമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുഃഖത്തിൻ്റെ ഒരു കരിനിഴൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ നമുക്കുണ്ട് എന്നുള്ളതറിയാം. എങ്കിലും അതിലെല്ലാം നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന, പൊതുപ്രവർത്തനം നടത്തുന്ന എല്ലാവരും അതിൽ വളരെയേറെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു, അതിനുവേണ്ടി സഹകരിച്ചു എന്നുള്ള കാര്യത്തിലും നമുക്ക് ഒരു ഓർമ്മപ്പിശകില്ല. ഈ ഉത്തരവാദിത്വം, ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു സമൂഹത്തിൻ്റെ നേതാവാണ്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് ഇരിക്കുന്നതെല്ലാം. അത്രയേറെ കഴിവുകളുടെ ഒരു കൂടാരമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത് എന്ന് BSS തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നൽകുന്ന ഒരു മഹാമൂല്യമുള്ള ഒരു അവാർഡായി ഇത് കരുതി എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ അവാർഡിന് ഒരു മൂല്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, കലയുടെയും സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും സാമൂഹിക പ്രവർത്തനത്തിൻ്റെയും വിവിധ മേഖലകളിൽ സുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ച മഹാപ്രതിഭകളായ കലാകാരന്മാർക്ക്, സാമൂഹിക പ്രവർത്തകർക്ക് ഇവിടെ പുരസ്കാരം നൽകി ആദരിക്കപ്പെടുകയാണ്. ഈ പുരസ്കാരം സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി ഈ പുരസ്കാരം നൽകി ആദരിക്കുക ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലചന്ദ്രൻ സാറിനും അതുപോലെ തന്നെ സംഘടനയെ നയിക്കുന്ന സിന്ധു മാഡം അടക്കമുള്ള പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ ഫിലമെൻ്റ് കലാസാഹിത്യ വേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനീയർക്ക് നമസ്കാരം. ഒരു വർഷത്തിന് മുമ്പാണ് എനിക്ക് BSSൻ്റെ ദേശീയ പുരസ്കാരം എനിക്ക് ലഭിച്ചത്.
BSSന്റെ ദേശീയ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ തന്നെ നമുക്ക് അത്രയും അധികം സന്തോഷമുണ്ട്. അതുപോലെ ദേശീയ പുരസ്കാരം നമ്മൾ നേടുകയും മറ്റുള്ളവർ നമ്മൾ നേടുന്നതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് ഈ പുരസ്കാരം നൽകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പാചകത്തിനകത്തെ ഏത് മേഖലകളിലും നേടിയെടുക്കുമ്പോഴും ആ നിമിഷം നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ അത് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഒരു ജീവകാരുണ്യ സംഘടന ഡിവൈൻ ആർട്ട് കലാചാരിത്യ സാഹിത്യ ജീവകാരുണ്യ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കുറച്ച് ഞങ്ങളുടെ ഒരു ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്ന് ആ ഓണക്കിറ്റ് ഏറ്റുവാങ്ങിയിട്ട് അവർ പറഞ്ഞ വാചകം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. മറ്റൊന്നുമല്ല, ഓണസമയത്ത് നമ്മൾ ഓണക്കിറ്റുകൾ കൊടുക്കുന്നുണ്ട് പാവങ്ങൾക്ക്. അതിൽ അരി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നത് അരി മാത്രമാണ്. അപ്പോൾ ഈ ഓണക്കിറ്റ് ഓണസമയത്ത് അരിയും മറ്റു സാധനങ്ങളും ലഭിക്കും. അല്ലാത്ത സമയത്ത് അവർക്ക് പലവ്യഞ്ജനങ്ങളോ ഒന്നും തന്നെ ആരും കൊടുക്കുന്നില്ല. ആ അമ്മ മക്കൾ അടിച്ച് പുറത്താക്കിയ ഒരു അമ്മയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ കയ്യിൽ നിന്നും, അതായത് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്ന ആ രൂപ പലപ്പോഴും നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവാക്കുന്ന രൂപ കൂട്ടി വെച്ച് പഞ്ചായത്തിൻ്റെയോ അതുപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ മാസം തോറും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥന അമ്മ എന്നോട് പറഞ്ഞു. പക്ഷേ അത് എനിക്ക് വളരെയധികം സ്വാധീനിച്ചു. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തുമ്പോൾ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അവാർഡ് ആദരവ് നേടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം നന്ദി. ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനും ഭാരത് സേവക് ഓണർ സമർപ്പിക്കുന്നതിനുമായി ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് നാം എല്ലാവരും ഇന്നിവിടെ ഈ സായാഹ്നത്തിൽ സമ്മേളിച്ചിരിക്കുന്നത്. ഭാരത് സേവക് സമാജ് ഏർപ്പെടുത്തിയിട്ടുള്ള ഭാരത് സേവക് ദേശീയ ബഹുമതി ഇവിടെ കൂടിയ മഹത്തുക്കളായ നിങ്ങൾക്ക് നൽകുമ്പോൾ വാസ്തവത്തിൽ ഭാരത് സേവക് സമാജാണ് ബഹുമാനിതമാകുന്നത്. കാരണം വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളെയാണ് കണ്ടെത്തി ആദരിക്കുന്നത്. നിങ്ങൾ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ടാകാം. ഈ വിധം വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇത്രയധികം ആളുകൾ ഒന്നിച്ച് കൂടുകയും പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്യുന്ന ചടങ്ങ് ഇതിനു മുമ്പ് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ വിധത്തിൽ സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി ആദരിക്കുക എന്നുള്ളതാണ് BSS ലക്ഷ്യമിടുന്ന ഭാരത് സേവക് ബഹുമതി. നമുക്കറിയാം, നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുന്നിലേക്ക് മുന്നേറുവാനുള്ള ശ്രമത്തിലാണ്. സാമ്പത്തിക ശക്തിയായും രാഷ്ട്രീയ ശക്തിയായും ഒക്കെ ഉയരണമെന്നുള്ള മോഹത്തിലാണ് ഭാരതീയരായ നാം എല്ലാവരും ഭാരതത്തെ നോക്കിക്കാണുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നമ്മുടെ അവസ്ഥ വളരെ പിന്നോക്കമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറി ലോകത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഭാരതീയരായ വ്യക്തികൾ ലോകത്തിൻ്റെ വൻശക്തിയായ അമേരിക്കയിൽ പോലും
അമേരിക്കൻ പ്രസിഡൻ്റായി ഒരു ഭാരത വംശജ കമല ഹാരിസ് മത്സരിക്കുന്ന സംഭവം പോലും നമ്മയെല്ലാം ആവേശം കൊള്ളിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മെ എത്രയെങ്കിലും കാലം അടക്കി ഭരിച്ചിരുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടൻ ഒരു ഭാരതീയനാൽ കുറേ കാലം ഭരിക്കപ്പെട്ടു എന്നുള്ളതും ഋഷി സുനക് വഴി ഭരിക്കപ്പെട്ടു എന്നുള്ളതും ഭാരതത്തിലെ വ്യക്തിത്വങ്ങൾ വളരുന്നതിൻ്റെ ഒരു പ്രതീകമാണത്. രാജ്യത്തിന് പുറത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും മാത്രമല്ല, നമ്മുടെ രാജ്യവും ഈ നിലയിൽ മാറുമ്പോൾ ഈ രാജ്യം രൂപപ്പെട്ടത് വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ശാസ്ത്രരംഗത്ത്, സാങ്കേതിക രംഗത്തൊക്കെ നാം മുന്നോട്ട് കുതിച്ചു കയറുമ്പോൾ ഇതൊരുപിടി ഭരണകർത്താക്കളുടെ മാത്രം മികവല്ല. നമ്മുടെ രാജ്യത്തെ ജനതയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അതുല്യ പങ്ക് വഹിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാഹിത്യത്തിലായാലും സംസ്കാരത്തിലായാലും നൈപുണ്യ വികസന മേഖലയിലായാലും ഏത് മേഖലയിൽ പണിയെടുത്താലും പ്രവർത്തിച്ചാലും വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും വഹിച്ചിട്ടുള്ള പങ്ക്, അങ്ങനെ പല ആളുകൾ, കോടാനുകോടി ആളുകൾ വഹിച്ചിട്ടുള്ള പങ്കിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഭാരതമായി മാറിയത്. അവരെയാണ് ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കുന്നത്, ദേശീയ ബഹുമതി നൽകി ആദരിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്നാണ് ഭാരതം രൂപപ്പെടുത്തിയെടുത്തത്. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിഷയങ്ങൾ നാം അനുദിനം അഭിമുഖീകരിക്കുകയാണ്. ജനാധിപത്യപരമായ കാര്യത്തിലായാലും മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുകാര്യങ്ങളായാലും ഒക്കെ ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം എടുക്കുന്ന സ്പിരിറ്റ്, ചിന്ത, വ്യക്തിപരമായി നാം എങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യം ഒരു പുതിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വരുമ്പോൾ ജനാധിപത്യ സംവിധാനങ്ങൾ എല്ലാ തലങ്ങളിലും അതൊരു സംസ്കാരമായി പാലിക്കപ്പെടാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലയിടത്തും പല നിലയിലും അഡ്വോക്കസി വളരുമ്പോൾ, ഏകാധിപത്യത്തിൻ്റെ പ്രവണത വളരുമ്പോൾ, അഭിപ്രായം പറയാൻ പറ്റാതെ, അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്ന സാഹിത്യകാരന്മാരായാലും സാമൂഹിക നേതാക്കന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഭരണകർത്താക്കളായാലും ഒക്കെ കോടതി പിരിഞ്ഞിട്ട് ന്യായം പറയുന്ന വക്കീലിനെ പോലെ കാലം കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയുന്ന വ്യക്തികളായി നാം പലരെയും കാണാറുണ്ട്. പണ്ട് എനിക്കിങ്ങനെ പറയാമായിരുന്നു, ഇന്നത് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന വ്യക്തികളെയാണ് നാം സമൂഹത്തിൽ കാണുന്നത്. അവിടെ ആണ് എനിക്ക് ഇപ്പോൾ നമ്മുടെ ഈ വിദ്വത് സദസ്സുമായി ഒരു ആശയം പങ്കുവെക്കുവാനുള്ളത്. നമുക്ക് വ്യക്തിപരമായി നമ്മുടൊരു പേഴ്സണൽ കവനൻറ്റ്, നമുക്ക് കവനൻ്റ് എന്ന് വെച്ചാൽ ഉടമ്പടി, നമുക്ക് വ്യക്തിപരമായി നമ്മോടൊരു ഉടമ്പടി ഉണ്ടാക്കിക്കൂടെ? നമുക്ക് നമ്മുടെ കൂടെ സ്വയം നമുക്ക് നമ്മുടേതായ ഒരു ഉടമ്പടി, നാം മറ്റൊരാളുമായിട്ടല്ല ഉടമ്പടി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് സ്വയം നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാൻ കഴിയുമോ? ഞാൻ ഈ വിധത്തിലൊക്കെ ആയിരിക്കും എൻ്റെ പ്രവൃത്തി സമൂഹത്തിന് ദോഷം ചെയ്യുന്ന നിലയിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ പൊതുവായി വേണ്ടുന്നതായ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ പവിത്രതയെ ഹനിക്കാത്ത നിലയിലുള്ള ഇടപെടലുകൾ
ആയിരിക്കും ഞാൻ നടത്തുക എന്ന് നമുക്ക് സ്വയം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ പറ്റില്ലേ? നമുക്ക് മറ്റൊരാളിനോട് വേണ്ട, സ്വയം നമ്മുടെ സ്വന്തം ഉടമ്പടി, സ്വന്തം ഒരു ഉടമ്പടിയിലേക്ക് നമുക്ക് ഏർപ്പെടാൻ കഴിഞ്ഞാൽ അവരവർക്ക് അവരവരോട് തന്നെ ആത്മാർത്ഥത പുലർത്താൻ പറ്റും. പലപ്പോഴും അവരവർക്ക് അവരോട് ആത്മാർത്ഥത പുലർത്താൻ പറ്റാതെ പിൽക്കാലത്ത് പ്രതികരിക്കുന്ന വ്യക്തികളെ നാം പലയിടത്തും കാണാറുണ്ട്. അതുകൊണ്ട് അവരവരോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അവരവരോട് തന്നെ അവരവർ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നോട് നീതി പുലർത്തുന്നു എന്ന്, ഞാൻ എന്നോട് നീതി പുലർത്തി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയണം. ഞാൻ കലാകാരനാണെങ്കിൽ, ഞാൻ കവിയാണെങ്കിൽ, ഞാൻ വിദ്യാഭ്യാസ പ്രവർത്തനാണെങ്കിൽ, ഞാൻ പൊതുപ്രവർത്തനാണെങ്കിൽ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനാണെങ്കിൽ, ഞാൻ കർഷകനാണെങ്കിൽ, കർഷക തൊഴിലാളിയാണെങ്കിൽ, ഞാൻ വ്യവസായ തൊഴിലാളിയാണെങ്കിൽ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും, ഞാൻ നൈപുണ്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഒക്കെ, ഏത് മേഖലയിലായാലും ഞാൻ എന്നോട് ഞാൻ നീതി പുലർത്താൻ പരമാവധി ശ്രമിച്ചു എന്നുള്ള ചിന്തയിൽ സ്വയം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ തയ്യാറായാൽ, സ്വന്തം ഉടമ്പടിയോട് സ്വയം വിലയിരുത്തിക്കൊണ്ട് തന്നെ ദിവസവും തിരിഞ്ഞു നോക്കുന്ന, അല്ലെങ്കിൽ ഇടയ്ക്കിടെയെങ്കിലും തിരിഞ്ഞു നോക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ മറ്റുള്ളവരോട് നമുക്ക് മാന്യമായി ഇടപെടുവാൻ കഴിയും. മറ്റുള്ളവരുടെ മേൽ നാം ചാടിക്കയറാതിരിക്കും, മറ്റുള്ളവരുടെ മേൽ നമ്മുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കാതിരിക്കും. നാം എന്ന ജനാധിപത്യവാദി, നാം എന്ന ചിന്തകൻ, നാം എന്ന പ്രവർത്തകൻ, നമ്മുടെ രാജ്യത്തുള്ള തത്വശാസ്ത്രം ലോകത്തിൻ്റെ തത്വശാസ്ത്രമായി മാറിയിരിക്കുന്ന ആ തത്വശാസ്ത്രം മുറുകെ പിടിക്കുമ്പോൾ നമ്മോട് നീതി പുലർത്തിക്കൊണ്ട് ഇടപെടുന്ന ഒരു ജീവിതം ഭാരതീയ സമാജത്തിൻ്റെ ഈ സായാഹ്നത്തിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ രൂപപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതിലാവും ഭാരതീയ സമാജത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഭാരത് സേവക് ബഹുമതി സ്വീകരിക്കുവാനെത്തിയ മുഴുവൻ ഭാരത് സേവക് വ്യക്തിത്വങ്ങളെയും ഭാരതീയ സമാജ് കേന്ദ്ര സമിതിയുടെ പേരിൽ, സെൻട്രൽ ഭാരതീയ സമാജത്തിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രൊഫസർ ഡോക്ടർ VS ശർമ്മയ്ക്ക് വേണ്ടി ശ്രീമതി രഞ്ജിനി. ഡോക്ടർ ബ്രദർ രാജു VC. ഡോക്ടർ പത്തനാപുരം മാത്യു സാം. ശ്രീ സുനിൽകുമാർ KN. ശ്രീ സുനിൽകുമാർ KN. ഡോക്ടർ സിനിമോൾ TP. സിസ്റ്റർ തെയ്യമ്മ.
മാതാ നേത്രകാന്തി സിദ്ധാശ്രമത്തിൻ്റെ പുരസ്കാരവും സിസ്റ്റർ തെയ്യമ്മ ഏറ്റുവാങ്ങുന്നതാണ്. ശ്രീ കെ.ഒ. തോമസ്, ശ്രീ പ്രദീപ് കുമാർ കെ, ശ്രീ സജീവ് ഇളമ്പൽ, ശ്രീ മനോജ് പി എം, ശ്രീ സ്റ്റീഫൻ ജെ ഡബ്ല്യു, ശ്രീമതി രോഷിനി ജി എസ്, ശ്രീമതി അർച്ചന ഗോപിനാഥ്, ശ്രീ ഭാനു വിക്രമൻ നായർ, ശ്രീ കെ പി സന്തോഷ്, ശ്രീ ബിനീഷ് രാജ്, ശ്രീ സാബുലാൽ, ശ്രീ എം സുരേഷ് ബാബു, ശ്രീ ശ്രീജിത്ത് കെ ചന്ദ്രൻ, ശ്രീ സിബി ജോസഫ്, ശ്രീ ലിതൻ മാത്യു, ശ്രീ കെ രഘുരാജ്, ശ്രീമതി പ്രീത ജെ പ്രിയദർശിനി, ശ്രീമതി മേരി ബീന പെരേര, ശ്രീമതി ഗീതാഞ്ജലി, ശ്രീ അക്ബർ, ശ്രീ പ്രകാശ് വള്ളക്കുളം, ശ്രീമതി ശരണ്യ ലിജിത്, ശ്രീ ബിനോദ് സേവ്യർ, കുമാരി നിരഞ്ജന പി ആർ, ശ്രീമതി ജയലക്ഷ്മി കെ, ശ്രീ ബിജു ജോൺ, ശ്രീമതി സിനി വി ജി, ശ്രീ കൃഷ്ണകുമാർ കെ, ശ്രീ ഉണ്ണികൃഷ്ണ പണിക്കർ ആർ,
ജോർജ് അമ്പഴം, ശ്രീ മുഹമ്മദ് ഹനീഫ, ശ്രീ നാട്യശ്രീ കലാഭവൻ അലി, ശ്രീ ദാമോദരൻ താമരപ്പള്ളി, ശ്രീമതി ധന്യ ജി, ശ്രീമതി കാവേരി ശ്രീനി, ശ്രീമതി കാർത്തിക മനോജ്, ST, ശ്രീ മോഹൻ ഇടിഞ്ഞാർ, ശ്രീ ബേബി കൃഷ്ണൻ, ശ്രീ കാർത്തിക് ആർ, ശ്രീ അഭിനന്ദ് എം, ശ്രീമതി ജയറാണി ടി, ശ്രീ സുദീപ് വരദു, ശ്രീ സിറാജ് വി കെ, ശ്രീമതി മനോമയി മഠത്തിൽ, ശ്രീമതി ധനുഷ സാബിലാൽ, ശ്രീമതി പ്രശാന്തി ചുവര, ശ്രീമതി വിനിത ഐ, ശ്രീമതി മിനിമോൾ, ശ്രീമതി ഉഷാദേവി, ശ്രീമതി സുഷമ ഗോപിനാഥ്, ശ്രീമതി ബീന പട്ടാക്കോട്ട്, ശ്രീമതി സിന്ധു തോമസ്, ഇന്നത്തെ അവാർഡ് സമർപ്പണം ഇതോടുകൂടി സമാപിക്കുകയാണ്. അടുത്തായി നന്ദി പറയുന്നതിനായി ഭാരത സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദിനെ ക്ഷണിക്കും. ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, സുഹൃത്തുക്കളെ, ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ നേതൃത്വം നൽകി വരുന്ന ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജ് നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ സാമൂഹ്യ സേവന രംഗത്ത് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന സത്യസന്ധരും ആത്മാർപ്പണവും ഉള്ള വ്യക്തിത്വങ്ങൾക്ക് BSS നൽകി വരുന്ന ഭാരത് സേവക് ഓണർ ദേശീയ പുരസ്കാരം ബഹുമതി എന്തിന് നൽകുന്നു എന്നതിന് അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ഒക്കെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ചെയർമാനും മറ്റ് ആശംസകരും വിവരിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞപ്പോൾ വളരെയധികം അഭിമാനം നിങ്ങൾക്കേവർക്കും ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലേറെ BSSും അഭിമാനിക്കുന്നു. സസന്തോഷം അഭിമാനത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാറിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠന് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധുവിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി ഭാരത് സേവക് ഓണർ സ്വീകരിക്കുവാൻ ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും ഹൃദ്യമായ നന്ദി ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ നൽകുന്നു. മറ്റ് സുഹൃത്തുക്കൾക്കും ഭാരത് സേവക് സമാജിൻ്റെ മറ്റ് പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഇപ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത ലഭിച്ചിട്ടുണ്ട്. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു 2 നിമിഷം നമുക്ക് മൗന പ്രാർത്ഥന. ദേശീയഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे